നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. നല്ല സമയങ്ങളും മോശ സമയങ്ങളും നിറഞ്ഞതാണ്. മുന്നോട്ടു പോകാനുള്ള ശക്തി കണ്ടെത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം അത്ഭുതകരമായിരിക്കുമെന്ന് വിശ്വസിക്കുകയും വേണം. നമ്മുടെ ഭൂതകാലത്തെ ഖേദമില്ലാതെ സ്വീകരിക്കുകയും വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുകയും ഭാവിയെ ഭയമില്ലാതെ നേരിടുകയും വേണം. അഭിനേത്രിയും അവതാരകയും മോഡലുമായ രഞ്ജിനി ഹരിദാസ് നടന്ന് നീങ്ങിയ വഴികളിലൂടെയും ഇപ്പോൾ അവർ നേരിടുന്ന മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളിലൂടെയും നമുക്കൊന്ന് കടന്നു ചെല്ലാം. രഞ്ജിനി ഹരിദാസ് ആരാണെന്നുള്ളതിന് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. മലയാളത്തിലെ സെലിബ്രിറ്റി അവതാരകയുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന മിന്നും താരമാണ് രഞ്ജിനി ഹരിദാസ്. അവതരണ രംഗത്ത് 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും പേരിനും പ്രശസ്തിക്കും ഇന്നും മങ്ങലേറ്റിട്ടില്ല. അവതരണ രംഗത്ത് തന്റേതായ ഒരു അവതരണ ശൈലിയാണ് രഞ്ജിനി അനുവർത്തിച്ചു പോരുന്നത്. അറിവിലും കഴിവിലും ബുദ്ധിയിലുമൊക്കെ അവർ മുൻപന്തിയിൽ തന്നെയാണ്. രഞ്ജിനി ആങ്കറിംഗ് രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ തോന്നിയത് അവരുടെ അവതരണ ശൈലി കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നതല്ലേ എന്നായിരുന്നു. അത് ഭാഷയിലായാലും വേഷത്തിലായാലും സംഭാഷണത്തിലായാലും. എന്നാൽ അവരുടെ രീതികളൊക്കെ ഇന്നിപ്പോൾ സർവ്വസാധാരണമാണ്. രഞ്ജിനിയുടെ കടന്നുവരവിന്റെ കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അടക്കവും ഒതുക്കവും ഇല്ലാത്തവൾ, ആളുകളെ കെട്ടിപ്പിടിക്കുന്നവൾ, കേരള തനിമയില്ല, കുലസ്ത്രീയല്ല, ഇരിക്കുമ്പോൾ കാല് കവച്ചു വെക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് തുടങ്ങി വിമർശനങ്ങൾ ഏറെയായിരുന്നു. സോഷ്യൽ മീഡിയ ഇത്രത്തോളം സജീവമല്ലാതിരുന്ന കാലം തൊട്ടേ കേട്ടു തുടങ്ങിയതാണ് ഇതൊക്കെ. വിമർശനങ്ങളിൽ തളരാത്ത അവതാരകയാണ് രഞ്ജിനി. വിമർശനങ്ങളെ അവജ്ഞയോടെയാണ് അവർ തള്ളിക്കളഞ്ഞിരുന്നത്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അതിനൊന്നും ഞാൻ ചെവി കൊടുക്കാറില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു മറയുമില്ലാതെ തന്റെ അഭിപ്രായങ്ങൾ എവിടെയും ആരുടെയും മുഖത്തു നോക്കി വെട്ടിത്തുറന്നു പറയുന്ന ആൾ കൂടിയാണ് രഞ്ജിനി. രഞ്ജിനി കടന്നുപോയ ജീവിത വഴികൾ പലപ്പോഴും മടികൂടാതെ അവർ വരച്ചു കാട്ടുമ്പോൾ അവരോട് ആദരവാണ് നമുക്ക് തോന്നാറുള്ളത്. അവരുടെ 7-ാമത്തെ വയസ്സിലാണ് പിതാവിനെ നഷ്ടപ്പെടുന്നത്. തന്റെ അമ്മയെ 30-ാമത്തെ വയസ്സിൽ വിധവയാക്കിക്കൊണ്ടാണ് പിതാവ് കടന്നുപോയത്. എന്നെയും അമ്മയെയും പിന്നീട് സംരക്ഷിച്ചത് മുത്തച്ഛനായിരുന്നു. ഈ മുത്തച്ഛനാകട്ടെ നിരീശ്വരവാദിയും പുരോഗമനവാദിയുമായിരുന്നു. മുത്തച്ഛനാകട്ടെ മദ്യപിക്കുന്നവരെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അതിനെക്കുറിച്ച് അവർ പറയുന്നു, അമ്മയെ മദ്യപിക്കാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നായിരുന്നു മുത്തച്ഛന്റെ ആഗ്രഹം. എന്നാൽ അമ്മയെ കെട്ടാനുള്ള അതിമോഹം കൊണ്ട് മദ്യപിക്കില്ല എന്നുള്ള കള്ളം പറഞ്ഞാണ് അമ്മയെ അച്ഛൻ വിവാഹം കഴിക്കുന്നത്. 2000-ൽ രഞ്ജിനിക്ക് മിസ് കേരള പട്ടം കിട്ടിയിരുന്നു. പിന്നീട് മോഡലിംഗ് രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. 15-ാമത്തെ വയസ്സിലാണ് അവർ അവതരണ രംഗത്തേക്ക് കടന്നു വരുന്നത്. മിനി സ്ക്രീനിലേക്കുള്ള കടന്നുവരവിന് വഴിയൊരുക്കിയത് പ്രശസ്ത സംവിധായകനും സാമൂഹ്യ നിരീക്ഷകനും ജേർണലിസ്റ്റും റിപ്പോർട്ടറുമൊക്കെയായ ബൈജു കൊട്ടാരക്കരയായിരുന്നു. അദ്ദേഹത്തിന്റെ സാഹസിക ലോകമെന്ന പരമ്പരയിലേക്കാണ് ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീകണ്ഠൻ നായർക്ക് രഞ്ജിനി ഹരിദാസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ബൈജു കൊട്ടാരക്കരയായിരുന്നു. അങ്ങനെയാണ് ശ്രീകണ്ഠൻ നായരിലൂടെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിലേക്കുള്ള രഞ്ജിനി ഹരിദാസിന്റെ കടന്നുവരവ്. കഴിവുള്ളവരെ തിരിച്ചറിയുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും ശ്രീകണ്ഠൻ നായർക്കുള്ള കഴിവിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുവന്നവരെല്ലാം തന്നെ ഇന്ന് അതിപ്രശസ്തരുമാണ്. സ്റ്റാർ സിംഗർ എന്ന ഷോ രഞ്ജിനി ഹരിദാസ് എന്ന പെൺകുട്ടിയുടെ തലവര തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറി. പിന്നീട് അങ്ങോട്ട് ഐഡിയ സ്റ്റാർ സിംഗർ പല സീസണുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും രഞ്ജിനി ഹരിദാസ് എന്ന അവതാരക ഉണ്ടാക്കിയ ഒരോളം ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. രഞ്ജിനി പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ സ്റ്റാർ സിംഗർ എനിക്ക് സമ്മാനിച്ചു എന്ന്. അത് ശരിയാണ്. അവരിന്ന് ഈ നിലയിലെത്തിയത് ആ ഒരൊറ്റ പ്രോഗ്രാമിൽ നിന്നും കൈവരിച്ച ഫെയിമിലൂടെയാണ്. ഒരുപാട് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും സ്റ്റാർ സിംഗറിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഹൃദയവേദനയും അപമാനവും നൽകുന്ന ഒരനുഭവം അവിടെ നിന്നും സ്റ്റാർ സിംഗർ വേദിയിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആദരണീയനായ കലാകാരൻ ജഗതി ശ്രീകുമാറിൽ നിന്നുമാണ്. ജഗതി ആ വേദിയിൽ വെച്ച് അവരോട് കാണിച്ചത് തികച്ചും അവിവേകമായിരുന്നു, അവഹേളനവുമായിരുന്നു. അതിഥിയായി എത്തുന്ന ആൾ ആങ്കറെ അവഹേളിക്കുന്ന രംഗം അന്നോളം കേരളം കണ്ടിട്ടേയില്ല. അവരോട് എന്തോ വൈരാഗ്യം തീർക്കുന്നത് പോലെയായിരുന്നു ജഗതിയുടെ പെരുമാറ്റം. ജഗതി അവരിൽ കണ്ടെത്തിയ ന്യൂനത അവതാരക ഒരിക്കലും വിധികർത്താവാകാൻ പാടില്ല എന്നതായിരുന്നു. എന്നിട്ട് ജഗതി അവരെ അനുകരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു, ആൾ റൈറ്റ്, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, ലെറ്റ് us give full mark judges
എന്ന് പറയുമ്പോൾ ഓഡിയൻസ് ഒന്നടങ്കം അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. വിഷമവും ജാള്യതയും മറച്ചു വെച്ചുകൊണ്ട് ജഗതിക്ക് തൊട്ടടുത്ത് നിന്ന രഞ്ജിനിയും ഓഡിയൻസിനോടൊപ്പം ആർത്ത് ചിരിച്ചു. എന്നിട്ടും ജഗതിക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. നസ്രിയയെ കണ്ടുപഠിക്കാൻ ഒരു ഉപദേശവും കൊടുത്തു. ആ വേദിയിൽ നസ്രിയയും അപ്പോൾ ഒപ്പമുണ്ടായിരുന്നു. നസ്രിയ ആങ്കർ ചെയ്യുമ്പോൾ വിധി പറയാറില്ല എന്നായിരുന്നു ജഗതി വിളിച്ചു പറഞ്ഞത്. എന്നാൽ ആ സമയങ്ങളിൽ നസ്രിയ രഞ്ജിനിയുടെ ആങ്കറിംഗ് ശൈലികൾ അനുകരിച്ച് രഞ്ജിനിയെ ശിഷ്യപ്പെടാൻ നടക്കുന്ന സമയമാണെന്ന് ഓർക്കണം. ജഗതി രഞ്ജിനി ഹരിദാസിനെ അധിക്ഷേപിച്ച് കയ്യടി വാങ്ങി ആനന്ദം കൊണ്ടപ്പോൾ രഞ്ജിനിയുടെ ഹൃദയം വേദന കൊണ്ട് പിടയുകയായിരുന്നു. ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ നിന്ന് തന്റെ ജോലി തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇടവേള സമയത്ത് അവർ വേദിയുടെ പിന്നിൽ വന്ന് നിന്നുകൊണ്ട് സങ്കടം സഹിക്കാനാവാതെ വിതുമ്പിക്കരഞ്ഞു എന്നാണ്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് രഞ്ജിനി പറഞ്ഞ മറുപടി അവരുടെ വ്യക്തിത്വത്തിന് മികവേകുന്നതായിരുന്നു, വിലമതിക്കുന്നതായിരുന്നു. എനിക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല, അതിഥിയെ അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പലരുടെയും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, കഴിഞ്ഞുപോയ കാര്യമല്ലേ, അതൊക്കെ ഇപ്പോൾ എന്തിനു പറയുന്നു എന്ന്. ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞുപോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായി വെളിപ്പെടുത്തേണ്ടി വരും. അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികം മാത്രം. രഞ്ജിനി ഹരിദാസ് ആരുടെയും കുറ്റവും കുറവും പറയുന്നത് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടേയില്ല. തന്റെ നേരെ വരുന്നതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്യാറുള്ളത്. രഞ്ജിനി ഹരിദാസ് ഒരു മനുഷ്യ സ്നേഹി മാത്രമല്ല, ഒരു മൃഗസ്നേഹി കൂടിയാണ്. തെരുവ് നായ്ക്കളോടുള്ള അവരുടെ കരുണയും സ്നേഹവും കരുതലുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവർ പറയുന്നു, ഒരു രാജ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്നത് അവിടുത്തെ മൃഗങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. തെരുവ് നായ്ക്കളെ സ്നേഹിച്ചതിനും അവർ ഒരുപാട് അവഹേളനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പട്ടി രഞ്ജിനി എന്ന വിളി വരെ അവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രഞ്ജിനി തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പലപ്പോഴും മനസ്സ് തുറക്കാറുണ്ട്. അവർ പറയുന്നു, തനിക്ക് ഒരുപാട് പേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്കായില്ല. എന്നാൽ കോവിഡ് സമയത്ത് പ്രണയത്തിലായ ശരത്തുമായി ഒന്നിച്ചുള്ള ജീവിതം തുടരുമെന്ന് നമ്മളൊക്കെ കരുതി. അതിനുള്ള കാരണം അവർ തമ്മിൽ അത്രത്തോളം ശക്തമായ റിലേഷൻഷിപ്പും മാത്രമല്ല ലിവിംഗ് ടുഗദറും ഒക്കെ ആരംഭിച്ചിരുന്നു. എന്നാൽ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു എന്നാണ് രഞ്ജിനി പറയുന്നത്. ഇനി വിവാഹവും കുട്ടികളും ഒക്കെ വേണ്ട എന്ന് തീരുമാനിച്ച രഞ്ജിനി 43 വയസ്സ് പിന്നിട്ടപ്പോൾ ഹോർമോൺ വ്യതിയാനം മൂലം സംഭവിക്കുന്ന ശാരീരിക വെല്ലുവിളികളെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂടാണ് അതിലൊന്ന്. പണ്ട് വെയിൽ കായുന്നതും ബീച്ചിലേക്ക് പോകുന്നതുമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശാരീരിക സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് മാത്രമേ യാത്ര പോകാറുള്ളൂ. ഒന്നും എന്റെ കൺട്രോളിലല്ലെന്ന് തോന്നി തുടങ്ങി. ഒന്നിനും വ്യക്തതയില്ല, ഒന്നിലും തൃപ്തി തോന്നുന്നതുമില്ല. എല്ലാം ബോറിംഗ് ആയി തോന്നുന്നു. ബോഡി പെയിൻ കൂടുന്നു, ജോലിയിൽ ഒരു ത്രില്ലുമില്ല. കുറച്ചു നാളുകളായി തോളുകൾക്ക് അനക്കാൻ പറ്റാത്ത വേദന. കുട്ടികളില്ല, കല്യാണമില്ല, ഈ സമയത്ത് കാമുകനുമില്ല, ടെക്നിക്കലി സ്ട്രെസ്സുമില്ല, ബയോളജിക്കലി വെറുതെ സ്ട്രെസ് വരുന്ന കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ. ഇതിലെനിക്ക് വളരെ ദേഷ്യവും വിഷമവുമുണ്ട്. ഈ വേദന എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഷോയ്ക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് പെയിൻ കില്ലർ കഴിക്കണം, ഇല്ലെങ്കിൽ കുറെ നേരം മൈക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രഞ്ജിനി ഹരിദാസ് എന്ന ആ വലിയ കലാകാരിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വേദനയാണ് തോന്നുന്നത്. എന്തൊക്കെയാണെങ്കിലും നമ്മളെയൊക്കെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കലാകാരിയാണ് അവർ. എത്രയും പെട്ടെന്ന് ശാരീരിക മാനസിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഊർജ്ജസ്വലതയോടുകൂടി തിരിച്ചു വരുവാൻ കഴിയട്ടെ. രഞ്ജിനിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.